ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. SSC സ്റ്റൈനോഗ്രാഫർ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 2024 ഈ ജോബിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടനെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ജോബ് ഡീറ്റെയിൽസ് നോക്കാം. 2024 സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC സ്റ്റെനോഗ്രാഫർ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചു. സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2024 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 17 വരെ ഓൺലൈൻ വഴി അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ്. ഇതുവരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാത്തവർ ഓഗസ്റ്റ് 17 മുമ്പായി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. SSC സ്റ്റൈനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ 2024 വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് 2005 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയിലും വരുന്ന ഒഴിവ് വിവരങ്ങൾ താഴെ നൽകുന്നു. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Dയിൽ 1800 ഒഴിവുകളാണ് ഉള്ളത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Cയിൽ 206 ഒഴിവുകളും. ഓക്കെ. SSC സ്റ്റൈനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ 2024 ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് ആണിത്. നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രായപരിധിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റൈനോഗ്രാഫർ ഗ്രേഡ് Cയിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റൈനോഗ്രാഫർ ഗ്രേഡ് Dയിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ നിന്ന് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. അതായത് പരമാവധി 35 വയസ്സ് വരെ. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കും. പ്രായം 2024 ഓഗസ്റ്റ് 1 അനുസരിച്ച് കണക്കാക്കും. ഓക്കെ. SSC സ്റ്റൈനോഗ്രാഫർ വിജ്ഞാപനം 2024 വിദ്യാഭ്യാസ യോഗ്യതകൾ. ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് +2 പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 മതി. അപേക്ഷാ ഫീസ് എന്താണെന്ന് നോക്കാം. ജനറൽ UR വിഭാഗക്കാർക്ക് 100 രൂപ. വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, വിരമിച്ച സൈനികർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPay, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ SBI ബാങ്ക് മുഖേന അടയ്ക്കാവുന്നതാണ്. നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, 2 കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ, 3 ഷോർട്ട് ലിസ്റ്റ്, 4 സ്കിൽ ടെസ്റ്റ് എന്നിങ്ങനെയാണ് നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. എക്സാം സെൻറ്റേഴ്സ് ഇൻ കേരള: എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. ഓക്കെ. SSC സ്റ്റൈനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ 2024 സാലറി ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. SSC സ്റ്റൈനോഗ്രാഫറിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കാം. സ്റ്റൈനോഗ്രാഫർ ഗ്രേഡ് Dയിൽ 5200 to 20200 വരെ സാലറി ലഭിക്കുമെന്ന് പറയുന്നു. സ്റ്റൈനോഗ്രാഫർ ഗ്രേഡ് Cയിൽ 14500 to 34800 രൂപ വരെ സാലറി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഹൗ ടു അപ്ലൈ SSC സ്റ്റൈനോഗ്രാഫർ ഗ്രൂപ്പ് C ആൻഡ് D റിക്രൂട്ട്മെൻറ്റ് 2024. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് SSC.NIC. ചുവടെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർ 2024 ഓഗസ്റ്റ് 17 മുമ്പ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 17 ആണ്. അതിന് മുമ്പ് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. SSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവരാണെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അതായത് SSC എന്ന് പറയുന്നത് PSC പോലുള്ളൊരു പ്രൊഫൈലാണ്. അപ്പോൾ ഓൾറെഡി പ്രൊഫൈലുള്ളവർ അങ്ങനെ അപ്ലൈ ചെയ്യുക. അല്ലാത്തവർ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ.
ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്യുക. അപേക്ഷയുടെ ഒരു പകർപ്പ് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്